പാകിസ്ഥാന്റെ ആയുധങ്ങൾ അതീവ രഹസ്യമായി നവീകരിക്കുകയാണെന്ന് അമേരിക്കൻ രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെ റിപ്പോർട്ട്. ചൈനയുമായി സഹകരിച്ചാണ് ദീർഘദൂര ബാലിസ്റ്റിക് മിസൈലിന്റെ നിർമ്മാണം നടത്തുന്നതെന്നാണ് സൂചന. ഇതിൽ അമേരിക്ക ആശങ്കയും മുന്നറിയിപ്പും നൽകിയതായി ദേശീയ വാർത്താ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം ഭയന്ന പാകിസ്ഥാൻ ആയുധങ്ങൾക്കായി പുതിയ പദ്ധതികൾക്ക് തുടക്കമിടുന്നതായാണ് സൂചന. ചൈനയുടെ സഹായത്തോടെ ആയുധങ്ങൾ അതീവ രഹസ്യമായി നവീകരിക്കുകയാണ് പാകിസ്ഥാൻ. ഇന്ത്യയുമായി ഇനിയും സംഘർഷമുണ്ടാകുവാനുള്ള സാധ്യത മുന്നിൽ കണ്ടാണ് പുതിയ ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈലിന്റെ നിർമ്മാണത്തിന് പാകിസ്ഥാൻ തുടക്കമിടുന്നതെന്നാണ് റിപ്പോർട്ട്. ആയുധ നവീകരണത്തിന് ചൈനയുടെ സഹായം തേടിയതോടെ അമേരിക്കയും ഇക്കാര്യം ഗൗരവമായാണ് കാണുന്നത്. അമേരിക്കയിൽ വരെ എത്താൻ കഴിയുന്ന ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈലാണ് പാകിസ്ഥാൻ രഹസ്യമായി വികസിപ്പിക്കുന്നതെന്നാണ് US രഹസ്യാന്വേഷണ റിപ്പോർട്ട്. 5500 കിലോമീറ്ററിനപ്പുറത്ത് ആക്രമണം നടത്താൻ കഴിയുന്ന മിസൈലുകളെയാണ് ഭൂഖണ്ഡാന്തര മിസൈലുകളെന്ന് വിശേഷിപ്പിക്കുക. ഇത് തങ്ങൾക്ക് വെല്ലുവിളിയാണെന്നാണ് അമേരിക്കയുടെ വിലയിരുത്തൽ. മിസൈൽ വികസിപ്പിക്കുന്നതിൽ പാകിസ്ഥാൻ വിജയിച്ചാൽ ആണവായുധ ശേഷിയുള്ള എതിരാളിയായി കണക്കാക്കേണ്ടി വരുമെന്നാണ് അമേരിക്കയുടെ മുന്നറിയിപ്പ്. നിലവിൽ ചൈന, ഉത്തര കൊറിയ, റഷ്യ എന്നീ രാജ്യങ്ങളാണ് അമേരിക്കയുടെ ആണവ എതിരാളികൾ. നിലവിൽ ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈൽ സ്വന്തമായിട്ടുണ്ടെങ്കിലും ഇന്ത്യക്ക് നേരിട്ട് US വരെ എത്താവുന്ന മിസൈലുകളില്ല. അതിനാൽ ഇന്ത്യയെ ആണവ എതിരാളിയായി US കണക്കാക്കിയിട്ടുമില്ല. അതേസമയം പാകിസ്ഥാൻ ഇതുവരെ ഹ്രസ്വദൂര, മധ്യദൂര മിസൈലുകളാണ് കൂടുതലും ഉപയോഗിക്കുന്നത്. അത് ഇന്ത്യയെ നേരിടാൻ വേണ്ടി മാത്രം ലക്ഷ്യമിട്ടിട്ടുള്ളതെന്നാണ് പാകിസ്ഥാന്റെ വാദം. നിലവിൽ പാകിസ്ഥാന് ഭൂഖണ്ഡാന്തര മിസൈലുകളില്ല. പാകിസ്ഥാന്റെ പക്കലുള്ള ഏറ്റവും ദൂരത്തിൽ ആക്രമിക്കാൻ കഴിയുന്ന മിസൈൽ എന്നത് ഷഹീൻ 3 ആണ്. ഇതിന്റെ പരമാവധി പ്രഹരപരിധി 2700 കിലോമീറ്റർ മാത്രമാണ്. ഓപ്പറേഷൻ സിന്ദൂറുമായി ബന്ധപ്പെട്ടുള്ള സംഘർഷത്തിൽ പാകിസ്ഥാൻ ഉപയോഗിച്ച ചൈന നൽകിയ മിസൈലുകൾ പരാജയപ്പെട്ടത് ഏറെ വിമർശനങ്ങൾക്ക് ഇടയാക്കിയിരുന്നു. ന്യൂസ് ഡെസ്ക്, അമൃത ന്യൂസ്.